Hi dear friends, Assalamu alaikum, Namaskaram, welcome back. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഓപ്പൺ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതവിടെ റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലോത്ത് ഞാൻ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 12 വയസ്സായ കുട്ടിയുടെ അളവിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ താഴോട്ട് ആം ഹോൾ മാർക്ക് ചെയ്യാണ്. അളവുകൾ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു കുർത്തി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ടേപ്പും കൂടെ ഞാൻ ചേർത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്യുക. അപ്പോൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നേരെ താഴോട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ എലൈൻ കുർത്തിയാണ്. അപ്പോൾ അളവുകളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് 1 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റുകളൊക്കെ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് വരെ യോജിപ്പിച്ച് അവിടെ വെക്കുക. അതിനുശേഷം നേരെ താഴോട്ട് എത്രയാണോ നമ്മുടെ ക്ലോത്തിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുഴുവൻ വീതി, താഴെയുള്ള മുഴുവൻ വീതി എടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരളവ് തന്നെ 2 സൈഡിലും ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 35 ഇഞ്ചാണ് കേട്ടോ ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലും 35 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ മുഴുവൻ വീതിയും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഏറ്റവും താഴ്വശത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ട് 2.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് വീതിയും 4.5 ഇഞ്ച് ഇറക്കുവാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ച് ഇറക്കത്തിൽ എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മളൊരു 2.5 ഇഞ്ച് ഇറക്കത്തിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തതിന് ശേഷം ഒന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു റൗണ്ടിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അത് ഞാൻ 2.5 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതും ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ബാക്ക് നെക്ക് ഉള്ളിൽ നിന്നും മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ നെക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പീസ് മാത്രമായിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നേരെ സെൻറ്റർ ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. അതിനുശേഷം ഈ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുള്ള കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് സെൻറ്റർ മടക്കിയതിന് ശേഷം
ആ ഒരു സെൻറ്ററിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇനി ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തായിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ജമ്പറിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ ബ്ലാങ്കറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കാനുള്ള ഒരു പടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് നമ്മുടെ ഈ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഞാൻ 4ആക്കി തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു കർവ് ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തവർക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആം ഹോൾ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ കർവ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് എടുക്കാം. ഞാനിവിടെ 12 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഇനി താഴ്വശത്തെ ആ ഒരു വീതി എടുത്തതിന് ശേഷം ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്ലീവിൻ്റെ താഴെയായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വീതി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ 2 വശത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിൽ ആദ്യം ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വീതിയിലും പിന്നെ 2 ഇഞ്ച് വീതിയിലും നമുക്കൊരു ഓരോ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് വീതിയിൽ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഇഞ്ച് വീതിയിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്തതായിട്ട് 2 ഇഞ്ച് വീതിയിൽ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീതിയിലും 2 ഇഞ്ച് വീതിയിലും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ 2 ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു ഭാഗത്ത് 3 ഇഞ്ച് വീതിയിലും ഒരു ഭാഗത്ത് 2 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം രണ്ടിന് നല്ല വശങ്ങൾ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് 2 വശത്തും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിവിടെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഉണ്ടോ 3 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമുക്ക് 1 ഇഞ്ചോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചീത്ത വശത്തേക്കൊന്ന് മറിച്ചെടുക്കണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് 1 ഇഞ്ചോളം നമുക്ക് ഈ ഒരു പീസ് പുറത്തേക്ക് ഉണ്ടാവും. 1 ഇഞ്ച് ഉള്ളിലോട്ടും പോയിട്ട് ഇതുപോലെ 1 ഇഞ്ചോളം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ മറ്റേ ഒരു പീസിൽ 2 ഇഞ്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസിൽ നമുക്ക് നേരെ പകുതി ഇതുപോലെ നേരെ ഒന്ന് മടക്കിയിട്ട് ഫുള്ളായിട്ട് ബാക്ക് വശത്തേക്ക് മറിച്ചിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ. ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നമ്മൾ വെച്ചിട്ടുള്ള പീസ് മുഴുവനായിട്ടും ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം വെക്കാൻ. മറ്റേ പീസ് 3 ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൽ
1 ഇഞ്ചോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലെ ഒരു 1/4 ഇഞ്ചുള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ 1 ഇഞ്ച് പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 ഇഞ്ച് വീതിയിൽ വെച്ചിട്ടുള്ള ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗം മറ്റേ പീസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം താഴെ എത്രയാണോ നമുക്ക് ഓപ്പണിങ് വേണ്ടത് അത്രയും ഓപ്പണിങ്ങിന് മാർക്ക് ചെയ്തതിന് ശേഷം അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബട്ടൺസ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഇതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഷോ ബട്ടണും ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മേലെ മുതൽ താഴെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം വരെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ വശം മുതൽ താഴെ വരെ നമ്മൾ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടൺസൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് താഴ്വശത്ത് ഓപ്പണിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കിതുപോലെ ഇതിന് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറം മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇതേപോലെ കറക്റ്റായിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ റൗണ്ടിന് ചുറ്റുവശത്തും ഒരു 2 ഇഞ്ചോളം പുറത്തേക്ക് അതേപോലെ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കും. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസാണ് നമ്മൾ ഫേസിങ്ങിന് വെച്ച് കൊടുക്കുന്നത്. ഫേസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പീസിനെയാണ് നമ്മൾ ഈ ഫേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അപ്പുറത്തേക്ക് മറിച്ച് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്യാം. അതാ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് വശവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം 2 ഷോൾഡറും ഒന്ന് ഒരു 1/2 ഇഞ്ചോളം ഗ്യാപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നല്ല വശവും സെൻറ്ററുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ ഒരു വശത്ത് നിന്ന് സെൻറ്ററിൽ നിന്നും ഒരു വശത്തേക്കും പിന്നെ സെൻറ്ററിൽ നിന്നും മറ്റേ വശത്തേക്കും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങണം. അപ്പോഴാണ് സ്ലീവ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മറ്റേ സൈഡിൽ അവസാനിക്കുന്ന രീതിയിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യരുത്. അതിനുശേഷം ഈ സ്ലീവിൻ്റെ ഈ ഒരു താഴ്വശത്ത് ഞാൻ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ തന്നെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തിലൂടെ ഈ ഇലാസ്റ്റിക് ഒന്ന് കടത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് വശത്തും നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ അപ്പുറം മറിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡിലും നമ്മൾ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു 1.5 ഇഞ്ച് താഴോട്ട് രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം താഴ്വശം നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. നമുക്കിപ്പോൾ ഇനി ചൂടുകാലമാണല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലത്തെ കോട്ടൻ്റെ റയോണിൻ്റെ ഒക്കെ ക്ലോത്തിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ള കുർത്തിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല ബട്ടൺസൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു കുർത്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പുകളും കുർത്തീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രോക്ക് ഒക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കാണാത്തവരൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.